നമുക്കിന്ന് പാലക്കാട് നിന്നും സരസ്വതി നായർ എഴുതുന്ന കത്താണ്. മകന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. മകൻ വിദേശത്താണ്, 28 വയസ്സായി, വിവാഹം ആയിട്ടില്ല. വിവാഹം ഇതുവരെ ആയിട്ടില്ല. വലിയ താല്പര്യവും കാണിക്കുന്നില്ല അത്ര വിവാഹത്തിന് വേണ്ടിയിട്ട്. 28. വിവാഹം നടക്കുന്നതിനുള്ള എന്താണ് ദോഷം, അതിന്റെ പരിഹാരം എന്നിവ നിർദ്ദേശിക്കാനാണ് പറയുന്നത്. ഈ പ്രായത്തിൽ നല്ല തിടുക്കം വേണ്ടതാണല്ലോ കല്യാണത്തിന്. 2026 ജൂൺ മുതൽ 27 ജൂലൈക്കകത്തായിട്ട് ഗുരുവായൂരോ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് കേമമായിട്ട് വിവാഹം നടക്കേണ്ടതാണ്. കാരണം ചാരവശാൽ ധനുരാശിക്കാർക്ക് സപ്തമ വ്യാഴം പ്രവേശിക്കുകയാണ്. ജൂൺ മുതൽ 2027 ജൂണിനുള്ളിലായി വിവാഹം നടക്കാതിരിക്കുന്നവർക്ക്, വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഇണങ്ങിയ ബന്ധം വരാനും വിവാഹം നടക്കാനും ഒക്കെ പറ്റിയ കാലമാണ്. നല്ല ബലത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്, കർക്കിടകത്തിലേക്ക് വരുന്ന വ്യാഴമാണ്. വ്യാഴഭഗവാന്റെ സുക്ഷേത്രബലം ഉള്ള, ഉച്ചബലമുള്ള വ്യാഴമാണ്. ഏതെങ്കിലും നല്ല ബന്ധങ്ങൾ, സുന്ദരിയും സുശീലയും വിദ്യാസമ്പന്നയും ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞാൽ 6-7 ശമ്പളം വേണമെന്നൊന്നുമില്ല. സാമാന്യം തരക്കേടില്ലാത്ത ഒരു ജോലി, നല്ല സ്വഭാവം, കുടുംബം, ഏറെക്കുറെ നമുക്ക് കുടുംബത്തിൽ കൊണ്ടുപോകാവുന്ന തരത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ, സംസ്കാരങ്ങൾ, ഈ വക മേഖലയിലേക്കുള്ള അവിവാഹിതർക്ക് വിവാഹാദി മംഗളകർമ്മസിദ്ധി നടക്കേണ്ട സമയമാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ 15 നാഴിക തരുന്ന ധനുരാശിക്കാർക്ക്, അതുപോലെ വസ്തുവോ വീടോ ഇല്ലാതിരിക്കുന്നവർക്ക്, അതിനുവേണ്ടി ഉത്സാഹിക്കുന്നവർക്ക്, മെനക്കെടുന്നവർക്ക് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള സമയമാണ്. കമ്മിങ് ജൂൺ മുതൽ ഒരു കൊല്ലം, അത് ആണായാലും പെണ്ണായാലും, പ്രത്യേകിച്ച് വിവാഹം ഒക്കെ അന്വേഷിക്കുന്നവർക്ക് വിവാഹത്തോടുകൂടി വിത്തം ലഭിച്ചീട് മറിഞ്ഞുകൊള്ളുക. വിത്തം എന്ന് പറഞ്ഞാൽ സ്ത്രീധനം എന്നൊരർത്ഥമുണ്ട്, മറ്റുള്ള ഏതെങ്കിലും സ്വത്തുക്കൾ എന്നൊരർത്ഥമുണ്ട്. ഇതൊന്നും കൂടാതെ നയാ പൈസ ഡൗറിയോ ഗോൾഡോ ഒന്നും വാങ്ങിയില്ല, ലഭിച്ചില്ല എങ്കിലും ദൈവം നേരിട്ട് കൊടുക്കുന്ന ചില പ്രസൻറ്റേഷനുണ്ട്. വസ്തുവും വീടും എല്ലാം കൂടെ അനുഭവിക്കാനുള്ള യോഗങ്ങൾ. ചിലപ്പം എൻ്റെ കാലശേഷം എൻ്റെ മകൾക്ക്, അവർക്ക് എന്നൊക്കെ എഴുതി വെക്കുന്ന ചില മക്കളില്ലാത്തവരോ മക്കളുള്ളവരോ സ്വത്തുക്കളുള്ളവരോ പൂർവികന്മാരോ ഒക്കെ എഴുതുന്ന വസ്തുത്തൊക്കെ ഈ സമയത്ത് കിട്ടാനുള്ള ന്യായമാണ്. ഒരു പക്ഷേ ഈ സരസ്വതി നായർക്ക് ഉള്ള സ്വത്തുക്കൾ ചിലപ്പം ഈ വിവാഹത്തോടു കൂടി കാലശേഷം മകനെന്ന് എഴുതി വെക്കാൻ ന്യായമുണ്ട്. അപ്പം തന്നെ സ്വത്തിന് അധീനമായി. ഇതല്ലാതെ തന്നെ ചിലപ്പം വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ ഒരെണ്ണേ ഉള്ളായിരിക്കും, അത് മൊത്തം ഇവർക്ക് 2 പേർക്കായിട്ട് കാലശേഷം കൊടുത്തു. പെട്ടെന്നാണ്. കാലശേഷമായിരുന്നാലും ആരും മരിക്കുമ്പം ഈ വസ്തുക്കളോ സ്വർണമോ ഈ ബാങ്ക് ബാലൻസോ എന്തിന് ഇതൊന്നും കൊണ്ടുപോകുന്നില്ല. ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ആണ് പോകുന്നത്. പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ കാലം ഇതൊക്കെ ഒരു ഉപയുക്തമായിട്ട് ആഹാരം, വസ്ത്രം, പാർപ്പിടം മുതലായതൊക്കെ വേണം ജീവിക്കാനായിട്ട്. പ്രകൃതിയിൽ നിന്നുള്ള സംരക്ഷണത്തിന് പണ്ട് മനുഷ്യൻ ഗുഹകളിൽ താമസിച്ചു. ഇന്നിപ്പോൾ ഗുഹയുണ്ടോ? ഇല്ല. അത് കാരണം മണി ബംഗ്ലാവുകൾ വേണം. ആഹാരമൊക്കെ പഴയ പോലെ പച്ചമാംസങ്ങളൊക്കെ കഴിക്കുന്ന കാലങ്ങൾ പോയി, എല്ലാം വേവിച്ചു ഫ്രൈഡ് റൈസും ഒക്കെ നൂഡിൽസും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതൊക്കെ വേണം. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചൊക്കെ ഒത്തിരി മോഡിഫൈ ചെയ്ത് സാമ്പത്തിക ചിലവുമൊക്കെ ഒത്തിരി വരുന്ന കാലഘട്ടങ്ങളാണ്. ഇതെല്ലാം ഏറെക്കുറെ വസ്തു, വീട്, നല്ല വണ്ടി, കിടപ്പാടം, ഇണങ്ങിയ ഭാര്യ, അത് പെൺകുട്ടികൾക്കാണ് ഇണങ്ങിയ ഭർത്താവ്. ഇതിപ്പം മകനാണ് നല്ല വിവാഹബന്ധം. അതുപോലെ തന്നെ ദേവാലയ ദർശന യോഗം. ദേവാലയ ദർശനം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ പോയി അല്ലെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, വലിയ പേരും പ്രസിദ്ധിയുള്ള സ്ഥലങ്ങളിൽ, അതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഗുരുവായൂരോ തിരുപ്പതിയിലൊക്കെ പോയി കല്യാണം കഴിക്കാനുള്ള ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ ശ്രീപത്മനാഭനെ തൊഴാനുള്ള യോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയമാണ്. വസ്തു, ഗ്രഹ, വാഹന, കനക, വേഷഭൂഷണാദി മംഗല്യാദി യോഗം. വിദേശത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിന് പറ്റിയൊരു സമയമാണ്.
അതുപോലെ വീട് പണിയാനോ മോടി പിടിപ്പിക്കാനോ തീരതെ വരാനോ വേഷഭൂഷണാദികൾ മുതലായതൊക്കെ വാങ്ങാനും ധരിക്കാനും പുതുബന്ധുലാഭം, പുതു സൗഹൃദം ഇതെല്ലാം വരുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ ഇനി എന്തെങ്കിലും ഒരു ചെറിയ തടസ്സങ്ങളുമാകാനായിട്ട് ഭാഗ്യസുക്തം എന്ന കർമ്മം, മകന് വേണ്ടി സ്വയംവരം, ഭാഗ്യസുക്തം, ഈ 2 കർമ്മങ്ങൾ 18 വീതം നടത്തുക കണിശമായിട്ടും. വിവാഹമൊക്കെ നടക്കും, നല്ല കുട്ടിയായിരിക്കും, സമ്പത്തും പുത്രഭാഗ്യങ്ങളും ഒക്കെ വർദ്ധിക്കും. വീട് മനോഹരമാക്കാനോ സ്വന്തമാക്കാനോ അധീനതയെ വരുവാനോ ഉള്ള യോഗമുണ്ട്. പുതിയ ജോലിയോ പ്രമോഷനോ കിട്ടാനുള്ള ഭാഗ്യങ്ങളുമെല്ലാം ഉണ്ട്. കത്തയച്ചതിന് നന്ദി, നമസ്കാരം.